എസ് ആൻഡ് എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാലാ പൊൻകുന്ന് ഹൈവേയിലെ 12 മൈൽ ടൗണിനടുത്തുള്ള മനോഹരമായ പ്രോപ്പർട്ടിയാണ്. പാലാ പൊൻകുന്ന് ഹൈവേയിൽ നിന്ന് 300 മീറ്റർ മാത്രം മാറിയുള്ള മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശത്തിരിക്കുന്ന മനോഹരമായ വീടാണ്. കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി പണികളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നു. മുറ്റത്ത് ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്നു. ഒരു 3-4 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു മുറ്റമാണ് ഈ വീട്ടിൽ നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയേറിയ ഡിസൈനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. 9 സെൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു വീടിന് 1300 സ്ക്വയർ ഫീറ്റാണ് വിസ്തീർണം. വലിയൊരു കാർ പോർച്ചുണ്ട്, 2 വിശാലമായ ഹാളുകൾ, 3 ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ, കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഭംഗിയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ്. സ്ഥലം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് തൊട്ട് ചേർന്ന് വീടിൻ്റെ മുൻഭാഗത്ത് തന്നെയുള്ള ഒരു 6 സെൻറ്റ് സ്ഥലം കൂടി ചേർത്ത് വാങ്ങാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 15 സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് വാങ്ങാൻ പറ്റും. ഈ 9 സെൻറ്റ് സ്ഥലവും 1300 സ്ക്വയർ ഫീറ്റ് വീടുമായിട്ട് ചോദിക്കുന്ന വില 56 ലക്ഷം രൂപയാണ്. 15 സെൻറ്റ് ആണെങ്കിൽ 68 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഈ 9 സെൻറ്റിൽ നമുക്ക് ബോർവെല്ലും പൈപ്പ് ലൈനുമാണുള്ളത്. തൊട്ട് മുന്നിലുള്ള 6 സെൻറ്റിൽ കിണർ കൂടിയുണ്ട്. ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെ വാങ്ങാം. അത്യാവശ്യം കൃഷി ചെയ്യാനൊക്കെയുള്ള സ്പേസ് അവിടെ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പുറകുവശം. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണിത്. ഇവിടെ വർക്ക് ഏരിയ പോലെ മുകൾ ഭാഗത്ത് റൂഫ് കൂടി കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എലിവേഷനിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ്. നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടാണ്. അപ്പോൾ 2ാം നിലയിൽ ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഇവിടെ പുറത്തുനിന്ന് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അലക്കല്ല് കോർണറായിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ പോലെയുള്ള യാതൊരു പ്രശ്നങ്ങളും ബാധിക്കാത്തൊരു മേഖലയാണ്. നമുക്കൊരു 4-5 കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള മുറ്റമാണ് വീടിനുള്ളത്. ഈ ഒരു സൈഡിലേക്കൊക്കെ 1-2 വാഹനങ്ങൾ വേണമെങ്കിൽ പാർക്ക് ചെയ്യാൻ പറ്റും. സിറ്റൗട്ടും സ്റ്റെപ്പുകളും മുഴുവൻ ഗ്രാനൈറ്റ് പായിരിക്കുന്നു. നല്ല ഭംഗിയേറിയ മുറ്റമാണ്. പടിഞ്ഞാറ് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. തടികൾ ഉപയോഗിച്ചിരിക്കുന്നത് തേക്ക് മാഞ്ഞിലിയുമാണ്. നമുക്കിനി അകത്തെ കാഴ്ചകളിലേക്ക് പോകാം. മെയിൻ ഡോറ് തേക്കിൻ തടി തീർത്തിരിക്കുന്നു. നല്ല ഭംഗിയേറിയ ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. 2 സൈഡിലും വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. നേരെ മുൻഭാഗത്തായിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതും തടിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. TV വെക്കാനുള്ള വലിയ സ്പേസ്, അതിൻ്റെ അടിയിൽ സെറ്റ് ടോപ്പ് ബോക്സുകളൊക്കെ വെക്കാനുള്ള ഒരു കബോർഡ് കൂടി നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നു. ലൈറ്റുകൾ, ഫാനുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ വീടാണ്. നമുക്ക് പാലാ ഏരിയയിൽ മീഡിയം ബജറ്റിൽ വീടുകൾ വളരെ കുറവാണ്. അതും നല്ല ക്വാളിറ്റിയും സൗകര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു ഏരിയയാണ്. ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു 300 മീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയയാണ്. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വന്നിരിക്കുന്നത്. വലിപ്പമുള്ളൊരു കിച്ചണാണ്. തേക്കിൻ തടിയിലാണ് കബോർഡ് വർക്കുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. കിച്ചൺ റാക്കുകളെല്ലാം ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ കിച്ചണൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണിത്. ഇവിടെ നമുക്ക് കിച്ചൺ റാക്കുകളൊക്കെ കാണാം. ഇഷ്ടംപോലെ കിച്ചൺ റാക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സിങ്ക് കൊടുത്തിരിക്കുന്നു. ടാപ്പുകളും അതുപോലെ തന്നെ സെറാമിക് ഐറ്റംസും എല്ലാം ബ്രാൻഡഡ് ആണ്. ഈ ഒരു ഭാഗത്തേക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പവർ പോയിൻറ്റ് കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെയും സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുകയില്ലാത്തൊരു അടുപ്പ് കൊടുത്തിട്ടുണ്ട്. മൂന്ന് ബെഡ്റൂമുകൾ, 3 അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ആണ് ഈ വീടിനുള്ളത്. ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം. എല്ലാ ബെഡ്റൂമുകളിലും ലൈറ്റുകളും ഫാനുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. ലോൺ സൗകര്യം വേണ്ടവർക്ക് ലോൺ സൗകര്യത്തോടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണിത്. കത്തീഡ്രൽ പള്ളി, കടപ്പാട്ടൂർ ക്ഷേത്രം തുടങ്ങിയ സൗകര്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റും. 300 മീറ്റർ മാത്രം മാറിക്കഴിഞ്ഞാൽ ഹൈവേ ബസ് സ്റ്റോപ്പിലേക്ക് എത്താൻ പറ്റും. ബ്രില്യൻ്റ്, മെഡിസിറ്റി തുടങ്ങിയവയിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പാലായിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ഇഷ്ടംപോലെ ബസ്സുകൾ ഓടുന്ന പാലാ പൊൻകുന്ന് ഹൈവേയിൽ നിന്ന് കഷ്ടിച്ചൊരു 300 മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. അപ്പോൾ നല്ലൊരു സൗകര്യത്തിരിക്കുന്ന ഒരു മീഡിയം ബജറ്റ് വീടാണിത്. താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറുകൾ വിളിച്ചാൽ നിങ്ങൾക്ക് ഈ വീടും ലൊക്കേഷനൊക്കെ വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങാനുള്ള സപ്പോർട്ടുകളെ തരുന്നതാണ്. ലോൺ സൗകര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. 9 സെൻറ്റായിട്ടോ അല്ലെങ്കിൽ 15 സെൻറ്റായിട്ടോ വാങ്ങാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണിത്. പല ഏരിയയിൽ മീഡിയം ബജറ്റ് വീടുകൾ കുറവാണ്. അപ്പോൾ ഇങ്ങനെ കാണുന്ന വീടുകൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾക്ക് ലോൺ സൗകര്യത്തിലൂടെ മാക്സിമം നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാൻ ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. ബാത്റൂമുകളിലെല്ലാം ഗീസറിൻ്റെ പോയിൻറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. സോമനിയുടെ ക്ലോസറ്റുകൾ വെച്ചിരിക്കുന്നു. 10 വർഷത്തെ വാറണ്ടിയാണുള്ളത്. നല്ല സൗകര്യപ്രദമായ ഒരു വീടാണിത്. ഇതാണ് വീടിൻ്റെ മുന്നിൽ കാണുന്ന 6 സെൻറ്റ് സ്ഥലം. ഇതിൽ കിണർ കൂടിയുണ്ട്. ടാർ റോഡ് ആക്സസ് ആണ് നമുക്ക് ഈ പ്ലോട്ടിലേക്കുള്ളത്. നല്ല സൗകര്യമായ രീതിയിൽ നമുക്ക് ഇതും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ഒരുമിച്ച് പല വർഷങ്ങളോ പച്ചക്കറികൾ നടാനോ ഒക്കെ ഉള്ള സ്പേസ് ഉണ്ടാവും. നല്ല രീതിയിൽ വാങ്ങാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണിത്.